പ്രിയപ്പെട്ടവരെ നമസ്കാരം. അസൂയയുടെ മനഃശാസ്ത്രം ഈ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരും പറയുന്ന കേട്ടിട്ടില്ലേ, അസൂയയോ, എനിക്കോ, ഏയ് എനിക്ക് നിങ്ങളോട് ഒരു അസൂയമില്ലെന്നേ. അതുപോലെ ചിലരോട് അസൂയ തോന്നുന്നു എന്ന് തുറന്നു പറയുന്നവരുമുണ്ട്. പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ CJ ജോണും ഞാനും പരിചയക്കാരാണ്. എൻ്റെ സംശയങ്ങളും വികല ചിന്താഗതികളും ഒക്കെ ഞാൻ അദ്ദേഹവുമായിട്ട് ചിലപ്പോൾ പങ്കുവയ്ക്കാറുണ്ട്. എനിക്കാണെങ്കിൽ പലയിടത്തും അസൂയക്കാരുണ്ട്. അവരുടെ അസൂയയാണ് എനിക്ക് ഊർജം പകരുന്നത് തന്നെ. ഇന്നലെ അവിചാരിതമായി ഒരാളെ അഭിനന്ദിച്ചപ്പോൾ അത് കേട്ട ഒരാളുടെ മുഖത്തേക്ക് അസൂയ ചാടിക്കയറുന്നത് കണ്ടതാണ് അസൂയയെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവരുടെ നോട്ടവും പെരുമാറ്റവും സംസാരവും ഒക്കെ എന്നിൽ കൗതുകമാണ് ഉണർത്തിയത്. ഡോക്ടർ CJ ജോണിനെ അറിയില്ലോ. അസൂയയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മറ്റുള്ളവരുടെ കഴിവുകളെയും നേട്ടങ്ങളെയും അംഗീകരിക്കാൻ മടിയുള്ളവരുടെ മനസ്സിലാണ് അസൂയ ഉണ്ടാകുന്നത്. ശരിയല്ലേ? അവർക്ക് ഉള്ളതൊന്നും തനിക്കില്ലല്ലോ എന്ന വിഷമം പലപ്പോഴും ഇവരെ അലട്ടുന്നു. തന്മൂലം നിസ്സഹായ ബോധവും അപകർഷത ബോധവും ഒക്കെ ഇവരിൽ ഉണ്ടാകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, സ്വന്തം പരിശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അസൂയ തോന്നേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ സുഹൃത്തെ? ഇല്ലല്ലോ. പക്ഷെ അതിന് വയ്യ. സ്വന്തം നേട്ടങ്ങൾ എത്ര തന്നെ ചെറുതായാലും അവയിൽ അഭിമാനിക്കുന്നതിലൂടെ സംതൃപ്തിയും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും, അല്ലേ? ഈ നീരസവും പകയുമാണ് അസൂയയോടൊപ്പം ഉണ്ടാകുന്നത്, ആണല്ലോ. അസൂയയുടെ ആണിക്കല്ലായി നിലനിൽക്കുന്ന എന്താ? അഹംഭാവം, അല്ലാതെ എന്താ? ഈ ഞാനെന്ന ഭാവമുള്ളവർക്ക് മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ വിഷമമാണെന്നേ. പകരം അവർ അവറ്റയും അസൂയം പ്രകടിപ്പിക്കും. അവന് കഴിവില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. കണ്ടില്ലേ ഈ അസൂയക്കാരുടെ പെരുമാറ്റ രീതി? ജീവിതം കൊണ്ട് സ്വയം ആസ്വദിക്കാൻ അസൂയക്കാർക്ക് അറിഞ്ഞുകൂടാ, ഇല്ലല്ലോ. എന്നാൽ മറ്റാരെയും ജീവിതം ആസ്വദിക്കുവാനും അവർ സമ്മതിക്കുകയുമില്ല. ഇതാണ് അവരുടെ പോളിസി, ഇതാണ് അവരുടെ നയം. അന്യരുടെ നേട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അഭിനന്ദിക്കാൻ കഴിയാത്തത് അസൂയ കൊണ്ടാകാം, ആണല്ലോ. ആരെയെങ്കിലും അനുമോദിക്കേണ്ട സന്ദർഭങ്ങളിൽ ഇവർ മൗനം പാലിക്കുമെങ്കിലും പരദൂഷണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇവരുടെ നാക്ക് സജീവമാകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. പരദൂഷണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പരദൂഷണത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതും ഒരു സത്യം തന്നെയാണ്. ഈ പാരവെപ്പ് അതറിയാലോ, എല്ലാവരും അനുഭവിച്ചിട്ടുള്ളവരാന്ന് തോന്നുന്നു. ഈ പാരവെപ്പ് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ ചുറ്റിലും ധാരാളം പാരവെപ്പുകാരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇത്തിരി എഴുതും, സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട്. വാട്സപ്പ് പാരവെപ്പുകാർ അതങ്ങനെ. അവരുടെ പ്രകൃതം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അസൂയ മുഖത്തേക്ക് ഓടിക്കയറുന്നത് പലപ്പോഴും ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ പാരവെപ്പ് എന്ന പ്രവൃത്തിക്ക് പിന്നിൽ പലപ്പോഴും അസൂയയുടെ കടന്നുകയറ്റം കാണാം. എനിക്ക് ആരോടും അസൂയ ഇല്ല എന്ന് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നവന്റെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണേ. ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞേക്കുക. പിന്നെ വേറൊരു കൂട്ടരുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ ക്ഷേമാവസ്ഥയെപ്പറ്റി ചുഴഞ്ഞ് അന്വേഷിച്ച് പാരവയ്ക്കും, ഇല്ലേ? അതും അസൂയക്കാരുടെ പണിയാ. ഇവരിൽ ഒരു ഭാഗം ഒളിപ്പോരിനെ ഇഷ്ടപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം പരസ്യമായി പോരാട്ടത്തിന് തുനിഞ്ഞിറങ്ങുന്നവരാണ്. സാധാരണ ഈ കുള്ളന്മാരുണ്ടല്ലോ, മെലിഞ്ഞ് പൊക്കം കുറഞ്ഞവര്, ഇവർ നമ്മുടെ മുമ്പിൽ നിന്ന് പാരവയ്ക്കില്ല.
പിന്നെയോ പുറകിൽ നിന്നാണ്. മുമ്പിൽ വരുമ്പോൾ ഇവർ സൗമ്യതയോടും മധുരമായും ശാലീനമായൊക്കെ പെരുമാറിയെന്നിരിക്കും. പുറകിൽ നിന്ന് ഇവരുടെ പാര വരുന്നത് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അന്യായ കുത്തായിരിക്കും അത്. നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ ഇവർ നമ്മെ കുത്തി മറിച്ചിടും. എനിക്കിട്ട് ഒരു പാര വരികയാണെങ്കിൽ ഞാൻ ഈ ഷോൾഡർ ഉണ്ടല്ലോ അല്പം ചെരിച്ചു കൊടുക്കും. ഇങ്ങനെ അങ്ങ് പോവും. ഷോൾഡറിൽ മുട്ടില്ല. പാര നമുക്കിട്ട് കൊള്ളില്ല. അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അസൂയ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നതിലൂടെ അസൂയക്കാരൻ സ്വന്തം വ്യക്തിത്വമാണ് നശിപ്പിക്കുന്നത് എന്നിവിടെ നാം പ്രധാനമായിട്ടും ഓർക്കേണ്ടതുണ്ട്. അസൂയക്കാരൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അവർക്ക് ആത്മപരിശോധനയ്ക്ക് നേരം കിട്ടാറില്ല എന്നതാണ്. അവർക്കതിന് ഇഷ്ടവുമല്ല. മൂടി നനച്ചാലും ഇങ്ങനെ അസൂയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് അവരുടെ പ്രകൃതം. അസൂയ എല്ലാവരിലും ഉണ്ട്. അത് വിഷമാണ്, കാരാഗ്രഹമാണ് എന്നറിഞ്ഞിട്ടും അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണാം. ഇതൊക്കെയാണെങ്കിലും അസൂയ പലപ്പോഴും നെഗറ്റീവായി തള്ളിക്കളയുന്നത് ശരിയല്ല. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനൊരു പോസിറ്റീവായ വശം കൂടിയുണ്ട്. അല്പസ്വല്പം അസൂയ തോന്നുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണ്. അതിന് കാരണം മറ്റുള്ളവരുടെ ഉയർച്ച സ്വയം വളരാനുള്ള ഒരു പ്രചോദനമായോ മാതൃകയായോ കണ്ടാൽ അത് നല്ലതാണ്. മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അലസത വെടിഞ്ഞ് വാശിയോടെ സ്വന്തം ജോലികൾ കൂടുതൽ നന്നായി ചെയ്യാൻ ഇത് നമ്മെ സഹായിക്കും. യാതൊരു സംശയവുമില്ല. ഈ അസൂയാലുക്കളുടെ ആക്രമണത്തെ പേടിച്ച് പുരോഗമനത്തിൽ നിന്നും പിന്മാറുന്നവരുണ്ട്. അയ്യോ, അതൊരിക്കലും പാടില്ല. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നവരെ പോലെയാവോ അത്. അതുകൊണ്ട് അസൂയയെയും വിമർശനങ്ങളെയും ഒന്നും ഭയക്കരുത് കേട്ടോ. അസൂയക്കാരുടെ നോട്ടപ്പുള്ളി ആകുന്നത് തന്നെ വലിയൊരു അഭിമാനമാണെന്ന് ഞാൻ പറയുന്നത്. അതെനിക്ക് ഇഷ്ടമാണ്. അവർ കാർന്നു തന്നെയാണെങ്കിൽ കാർന്നു തിന്നട്ടെ. എൻ്റെ ബന്ധക്കാരിലും സുഹൃത്തുക്കളിലും എത്രയോ പേർ നമ്പർ 1 അസൂയക്കാരുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നും. അതൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കൂട്ടരോട് അല്പം അകന്നു നിൽക്കുന്നതാണ് നല്ലതെങ്കിലും സ്നേഹത്തോടെ നമുക്ക് അവരെ അഭിവാദ്യം ചെയ്യാം. അവരോട് നമ്മുടെ മേന്മകളൊന്നും വിളമ്പാൻ പോകണ്ട. അവർ അവഗണിക്കും, അവർ അസ്വസ്ഥരാകും. അസൂയപ്പെടുമ്പോൾ നാം വളരുകയാണ്, യാതൊരു സംശയമില്ല. മാമ്പഴമുള്ള മാവിൻ്റെ കല്ലെറിയുള്ളൂ. അസൂയ ഒരു തിന്മയാണ്, ഏറ്റവും മ്ലേച്ഛമായ വികാരമാണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിന് കുഴപ്പമില്ലല്ലോ. അസൂയയെയും വിമർശനങ്ങളെയും അതിജീവിച്ചാൽ മാത്രമേ കഴിവുള്ളവന് വളരാനാവൂ. നമുക്കില്ലാത്ത പലതും അന്യരിൽ കാണുമ്പോൾ മനപ്രയാസമോ വെറുപ്പോ തോന്നാതിരിക്കുന്നതാണ് ആധ്യാത്മികരുടെ മുഖ്യ ഗുണം എന്ന് പറയുന്നത്. ഒന്ന് പരിശോധിക്കാൻ വേണ്ടില്ല. ഈ അഹംഭാവവും അസൂയയും എല്ലാം എല്ലാ മനുഷ്യനും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉണ്ടല്ലോ. ഈ മ്ലേച്ഛ വികാരം മനുഷ്യനെ കാർന്നു തിന്നും. അതുകൊണ്ട് ഇവനെ നമുക്ക് നശിപ്പിക്കാൻ ചില തന്ത്രങ്ങളുടെ ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. അസൂയപ്പെടുന്നവരോട് വെറുപ്പ് തോന്നരുതേ. അവരുടെ വിചാരം എന്താണെന്നറിയാമോ? അവരെക്കാൾ ഉയർന്നത്, കഴിവുള്ളത് നമ്മളാണ് എന്നാണ് അവരുടെ വിചാരം. അങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ടാണല്ലോ അവർ അസൂയപ്പെടുന്നത്. അവരെ വെറുക്കരുത്. അവരുടെ മോശം മനോഭാവത്തെ വെറുത്താൽ മതി. ആരോഗ്യം കുറഞ്ഞ മനസ്സുള്ള സഹോദരങ്ങളാണേ അവർ. പരനിന്ദയും പകയും ദേഷ്യവും അസൂയയും കുശുമ്പും ഒക്കെ പേറി നടക്കുന്നവരുടെ വ്യക്തിബന്ധങ്ങൾ ശിഥിലമാക്കും അവർ. അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കും. അപകർഷതാ ബോധത്തിൽ നിന്നാണല്ലോ പ്രധാനമായും ഈ അസൂയ ഉണ്ടാകുന്നത്, അല്ലേ? അതുകൊണ്ട് തൻ്റെ അവസ്ഥ എത്ര തന്നെ മെച്ചപ്പെടുത്തിയാലും അപകർഷത ബോധവുമായി നീങ്ങാതിരിക്കുക, അത് വെച്ച് പുലർത്താതിരിക്കുക. സ്വന്തം ജീവിതത്തിലെ ചാരിതാർത്ഥ്യജനകമായ വിഭവങ്ങൾ കണ്ടെത്തുക. അവരുടെ അപകർഷതകൾ അപഗ്രഥിച്ച് നിർദ്ധാരണം ചെയ്യുക.
എല്ലാവരും നന്നായി ജീവിക്കണം എന്ന വിചാരത്തോടെ പെരുമാറുക. ആരും പൂർണ്ണരല്ല, ഒന്നിനൊന്ന് പോരായ്മകളുള്ളവരാണ് എന്ന യഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് നമ്മുടെ അസഹിഷ്ണുതയെയും അസൂയയും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. മാനസിക ആരോഗ്യത്തോടെ നമുക്ക് മുന്നേറാനും കഴിയും. ജയ് ഹിന്ദ്.